നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ നാടോടി കഥകളിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. ഇരുട്ടിന്റെ മറവിൽ രൂപമാറാൻ കഴിവുള്ള രാത്രിയിലെ സത്വങ്ങൾ. അതെ, ഓടിയന്മാർ. പാതി മനുഷ്യനും പാതി മൃഗവുമായ ഈ ജീവികളെക്കുറിച്ച് ഒരുപക്ഷെ മുത്തശ്ശി കഥകളിലൂടെ നിങ്ങളും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്നീ വിവരണത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വെറും കഥകളല്ല. ആ കഥകൾക്ക് പിന്നിലെ വളരെ ഇരുണ്ടതും എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ നിയമവും സമൂഹവും ഒന്നും നിങ്ങൾക്ക് യാതൊരു സംരക്ഷണവും നൽകുന്നില്ലെങ്കിലോ? അങ്ങനെ ആരുമില്ലാത്ത അവസ്ഥയിൽ സ്വന്തം അതിജീവനത്തിനായി നിങ്ങൾ ഏത് രാക്ഷസനെ സൃഷ്ടിക്കും? ശരിക്കും ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം ഇത് വെറുമൊരു പേടിപ്പെടുത്തുന്ന ഭൂതപ്രേത കഥയല്ല, മറിച്ച് അധികാരമില്ലാത്ത പാവം മനുഷ്യരുടെ നിസ്സഹായതയിൽ നിന്ന് ജനിച്ച അതിജീവനത്തിന്റെ വളരെ ശക്തമായൊരു ചരിത്രമാണ്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആരാണ് ഈ ഒടിയൻ? കേരളത്തിലെ നാടോടി കഥകൾ പറയുന്നതനുസരിച്ച് അമാവാസി രാത്രികളിൽ ശത്രുക്കളുടെ കഴുത്തൊടിക്കാനെത്തുന്ന മായാജാലത്തിലൂടെ രൂപം മാറാൻ കഴിവുള്ള ഒരു ഭീകര സത്വമാണ് ഒടിയൻ. ചുരുക്കി പറഞ്ഞാൽ, ഇരുളടഞ്ഞ വഴികളിൽ പതിയിരിക്കുന്ന സാക്ഷാൽ മരണം. അതായത്, ഒടിയൻ ഒരിക്കലും സ്വന്തം മനുഷ്യരൂപത്തിലല്ല ഇരയെ തേടിയെത്തുന്നത്. ഇരുട്ടിന്റെ മറവിൽ അവ പല മൃഗങ്ങളുടെയും രൂപം സ്വീകരിക്കും. കാളയായും പോത്തായും ചിലപ്പോൾ നരിയായുമൊക്കെയാണ് ഒടിയൻ വേഷം മാറുക. ഈയൊരു രൂപം ശത്രുക്കളിൽ അമിതമായ ഭയമുണ്ടാക്കുകയും അവരെ മാനസികമായി തകർക്കുകയോ അല്ലെങ്കിൽ നേരെ മരണത്തിലേക്ക് തള്ളിയിടുകയോ ചെയ്യും. ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാകുന്നുണ്ടല്ലേ? ഈ കഥകളുടെയൊക്കെ തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ? അത് വരുന്നത് പഴയകാലത്തെ ജാതീയമായ അടിച്ചമർത്തലുകളിൽ നിന്നാണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഈ ഒടിയൻ കഥകൾ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പണ്ടുകാലത്തെ ആ വലിയ അധികാര അസന്തുലിതാവസ്ഥയാണ്. ഒരു വശത്ത് സർവ്വാധികാരങ്ങളുമുള്ള ക്രൂരതകൾ യാതൊരു ശിക്ഷയുമില്ലാതെ നടപ്പിലാക്കിയിരുന്ന ജന്മിമാരായ മേലാളന്മാർ, മറുവശത്തോ യാതൊരു സുരക്ഷയുമില്ലാത്ത സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരന്തരം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന താഴെത്തട്ടിലുള്ള പാവമനുഷ്യർ. ഈ കൊടിയ പീഡനങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹമാണ് ഒടിയൻ എന്ന മിത്തിനെ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത്. അങ്ങനെ നിസ്സഹായരായ ഈ മനുഷ്യർ എന്തു ചെയ്തു? അവർ മണ്ണ് കുഴച്ച് തീയിലിട്ട് കരിച്ച് കരിങ്കുട്ടി എന്നൊരു ബിംബമുണ്ടാക്കി. തങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പോരാടാനുള്ള അമാനുഷിക ശക്തികൾക്കായി അവർ ആ ബിംബത്തെ സ്ഥിരമായി ഉപാസിച്ചു. ഇതിന്റെ ഫലമായി തങ്ങളെ ദ്രോഹിക്കുന്നവരെ പേടിപ്പിക്കാനും കൊല്ലാനും വേണ്ടിയുള്ള ആ രൂപം മാറാനുള്ള വരം കരിങ്കുട്ടി അവർക്ക് നൽകിയെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഓട്ടുവിദ്യയ്ക്ക് പിന്നിലെ വളരെ ഭയാനകമായ ചില ആചാരങ്ങളെക്കുറിച്ചാണ്. ഒടിവിദ്യയ്ക്കായുള്ള ആ പ്രത്യേക ഒടിമരുന്ന് തയ്യാറാക്കുന്ന പ്രക്രിയ കേട്ടാൽ ശരിക്കും നമ്മൾ മരവിച്ചു പോകും. കടിഞ്ഞൂൽ ഗർഭമുള്ള ഒരു അന്തർജനത്തെ കണ്ടെത്തി മയക്കിക്കിടത്തും. അതിനുശേഷം ഒരു മുളങ്കത്തി ഉപയോഗിച്ച് വയറ് കീറി മറുപിള്ള പുറത്തെടുക്കും. പിന്നീട് മായാവിദ്യയിലൂടെ ആ മുറിവ് ആരും കാണാത്ത രീതിയിൽ അവർ മായ്ച്ചു കളയും. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും ആ പാവം സ്ത്രീ മരിച്ചിട്ടുണ്ടാടും. അടിച്ചമർത്തലിനെതിരെ പ്രതികാരം ചെയ്യാൻ അവർ അന്ന് എത്രത്തോളം ക്രൂരമായ വഴികളാണ് സ്വീകരിച്ചിരുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിലെ ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇത്രയും ഭയാനകമായ കൊലപാതകം നടത്തിയിട്ട് അവർക്ക് കിട്ടിയിരുന്ന ആ ഒടിമരുന്ന് വെറും 2-3 തുള്ളി മാത്രമായിരുന്നു. അതെ, കേവലം 2-3 തുള്ളി ദ്രാവകം മാത്രമാണ് ഈ ക്രൂരമായ കർമ്മത്തിന്റെ ഫലമായി അവർക്ക് കിട്ടിയിരുന്നത്. ശരി, ഇനി ഈ മരുന്ന് വെച്ച് എങ്ങനെയാണ് അവർ മൃഗമായി മാറുന്നതെന്നും ശത്രുക്കളെ നേരിടുന്നതെന്നും നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ആ 2-3 തുള്ളി ഒടിമരുന്ന് ചില പ്രത്യേക പച്ചിലകളുമായി ചേർത്ത് ചെവിയുടെ പുറകിൽ തേച്ചു പിടിപ്പിച്ചാണ് ഇവർ മൃഗങ്ങളായി വേഷം മാറിയിരുന്നത്. അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം പൂർണ്ണമായും ശത്രുവിനെ നശിപ്പിക്കുക എന്ന് മാത്രം ലക്ഷ്യമിട്ടാണ് അവർ ഈ രൂപമാറ്റം നടത്തിയിരുന്നത്. ഇങ്ങനെ രൂപം മാറിയ ഒടിയന് രാത്രിയിൽ കിട്ടുന്ന അമാനുഷിക ശക്തികളെക്കുറിച്ച് കേട്ടാൽ ആർക്കായാലും പേടിയാവും. വീട്ടുപടിക്കലോ പുരയിടത്തിലോ കാത്തുനിന്ന് ഇരയുടെ കഴുത്തൊടിക്കാനുള്ള അസാമാന്യ കരുത്ത്, അദൃശ്യനായി നിൽക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഒടിയനുണ്ട്. ഇതിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ഒടിയന്റെ കാഴ്ചശക്തിയാണ്. രാത്രിയിൽ അസാധാരണമായ കാഴ്ചശക്തി കിട്ടാനായി നത്തിന്റെ, അതായത് മൂങ്ങയുടെ തലയിൽ നിന്നും എടുക്കുന്ന ഒരു പ്രത്യേക മഷി അവർ കണ്ണിൽ പുരട്ടുമായിരുന്നുവെന്നാണ് വിശ്വാസം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ നിർണായകമായൊരു കാര്യമുണ്ട്. ഈ മാന്ത്രിക വിദ്യയ്ക്ക് വളരെ അപകടകരമായ ഒരു മറുവശം കൂടിയുണ്ടായിരുന്നു. ശത്രുനാശത്തിനു ശേഷം കലിയടങ്ങാതെ തിരികെ വീട്ടിലെത്തുന്ന ഒടിയന്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിച്ചാൽ മാത്രമേ അവന് തിരികെ മനുഷ്യരൂപത്തിലേക്ക് മടങ്ങാൻ കഴിയൂ. ഏതെങ്കിലും കാരണത്താൽ ഇതിന് കഴിഞ്ഞില്ലെങ്കിലോ? ഒടിയൻ സ്വന്തം വീട്ടിലെ സ്ത്രീകളെ തന്നെ കൊലപ്പെടുത്തുമെന്നായിരുന്നു വിശ്വാസം. ശത്രുതയും അക്രമവും എങ്ങനെ സ്വന്തം വീടിനെ തന്നെ ഇല്ലാതാക്കും എന്നതിന്റെ ഒരു ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണിത്, അല്ലേ?
ഇനി ഇത്രയും ഭീകരനായ ഒരു ഒടിയന്റെ മുന്നിൽ പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടും? അതും അന്നത്തെ ആളുകൾ കണ്ടെത്തിയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒടിയന്റെ ഈ രൂപമാറ്റം ഒരിക്കലും 100% പൂർണ്ണമായിരുന്നില്ല. മൃഗരൂപത്തിൽ വരുന്ന ഒടിയനെപ്പോഴും ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കുറവായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. ഒരുപക്ഷെ ഒരു കൊമ്പ്, അല്ലെങ്കിൽ വാല്, അതുമല്ലെങ്കിൽ ഒരു ചെവി അവിടെ കാണില്ല. സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് ഈ ചെറിയ കുറവിലൂടെ യഥാർത്ഥ മൃഗത്തെയും ഒടിയനെയും വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ഇനി ഈ പ്രതിരോധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാം. ഒടിയന് മുന്നിലകപ്പെട്ടാൽ തിരിഞ്ഞോടാനോ ഭയപ്പെടാനോ പാടില്ല. പകരം ഒട്ടും ഭയമില്ല എന്ന് കാണിക്കാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ച് നഗ്നരാവുക. എന്നിട്ട് ഒടിയന് ചുറ്റും നടന്ന് ഒരു കളം വരച്ച ശേഷം ഒടിയന്റെ കരണം പുകച്ച് ഒരടി കൊടുക്കുക. ഇത് ചെയ്യുന്നതോടെ ചെവിക്ക് പിന്നിലെ ആ മരുന്നിന്റെ ശക്തി നശിക്കുകയും ഒടിയൻ തിരികെ മനുഷ്യരൂപത്തിലാവുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അങ്ങനെ കാലം മുന്നോട്ടുപോയി. വെളിച്ചത്തിന്റെ വരവോടെ ഈ ഒടിയന്മാർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം. ജാതിവ്യവസ്ഥയുടെ ആ കൊടിയ പീഡനങ്ങളിലൊരു പ്രതിരോധമെന്ന നിലയിലാണ് ഈ ഒടിയൻ മിത്ത് തുടങ്ങിയതെങ്കിലും കാലക്രമേണ കഥ മാറി. മേലാളന്മാർ തന്നെ അവരുടെ കാര്യസാധ്യങ്ങൾക്കും ശത്രുക്കളെ ഇല്ലാതാക്കാനും ഈ ഒടിയന്മാരെ പണം കൊടുത്തുപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് കരണ്ട് എത്തിയതോടെ എല്ലാം മാറിമറിഞ്ഞു. വഴിവിളക്കുകൾ തെളിഞ്ഞപ്പോൾ ഇരുട്ടിന്റെ മറവിൽ കഴിഞ്ഞിരുന്ന ഒടിയന്മാർക്ക് ഒളിക്കാനിടമില്ലാതായി. അങ്ങനെ അവർ പൂർണ്ണമായും അപ്രത്യക്ഷരായി. ഇന്ന് വൈദ്യുതിയും വഴിവിളക്കുകളും വന്നതോടെ ഒടിയന്മാർ ഇല്ലാതായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഇരുണ്ട ഇടവഴികളിൽ പാതി മനുഷ്യനും പാതി മൃഗവുമായ ആ ഒടിയന്റെ ഭയപ്പെടുത്തുന്ന കഥകൾ ഇന്നും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു സംസ്കാരത്തിന്റെ, അടിച്ചമർത്തപ്പെട്ട ചരിത്രത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഈ നാടോടി കഥകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ചരിത്രത്തിന്റെ ഈ പകൽ വെളിച്ചത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ് യഥാർത്ഥ രാക്ഷസന്മാർ? ഇരുട്ടിലൊളിച്ചിരുന്ന രൂപം മാറുന്ന ആ സത്വങ്ങളോ, അതോ പകൽ വെളിച്ചത്തിൽ നിസ്സഹായരായ മനുഷ്യരെ യാതൊരു ദയയുമില്ലാതെ വേട്ടയാടിയ അധികാരവർഗമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.